ഫ്രണ്ട്സ്, ലോകം കണ്ട ഏറ്റവും വലിയ കപ്പൽ ദുരന്തം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം പറയുന്ന പേര് ടൈറ്റാനിക് എന്നായിരിക്കും. ആഡംബരത്തിൻ്റെ കൊടുമുടിയായിരുന്ന ഈ കപ്പൽ എങ്ങനെയാണ് ഒരു മഞ്ഞുമലയിൽ തട്ടി കടലിൻ്റെ ആഴങ്ങളിലേക്ക് മറഞ്ഞത് എന്ന് നോക്കാം. 1912 ഏപ്രിൽ 10 ടൈറ്റാനിക് അതിൻ്റെ ആദ്യ യാത്ര തുടങ്ങിയത്. ഒരിക്കലും മുങ്ങാത്ത കപ്പൽ എന്നായിരുന്നു ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത്. സ്വിമ്മിംഗ് പൂൾ, ജിംനേഷ്യം, ലൈബ്രറി അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ആ കാലത്ത് ഈ കപ്പലിൽ ഉണ്ടായിരുന്നു. ഏകദേശം 2200ഓളം യാത്രക്കാരാണ് അന്ന് അതിൽ ഉണ്ടായിരുന്നത്. യാത്ര തുടങ്ങി 4-ാം ദിവസം, അതായത് ഏപ്രിൽ 14 രാത്രിയിൽ ടൈറ്റാനിക് ഒരു കൂറ്റൻ മഞ്ഞുമലയിൽ ഇടിച്ചു. കപ്പലിൽ ആവശ്യത്തിന് ലൈഫ് ബോട്ടുകൾ ഇല്ലാതിരുന്നു. ദുരന്തത്തിൻ്റെ ആഘാതം കൂട്ടി. വെറും 3 മണിക്കൂർ കൊണ്ട് ആ ഭീമൻ കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നു. 1500-ലധികം ആളുകൾക്കാണ് അന്ന് ജീവൻ നഷ്ടപ്പെട്ടത്. ഇന്നും ടൈറ്റാനിക് സമുദ്രത്തിൻ്റെ 12500 അടി താഴ്ചയിൽ കിടപ്പുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ കപ്പൽ പുറത്തെടുക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് അവിടെ മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ പോലും കാണാത്തത്? ടൈറ്റാനിക്കിനെ കുറിച്ച് ഇനിയും ഒരുപാട് രഹസ്യങ്ങൾ ബാക്കിയുണ്ട്. ടൈറ്റാനിക്കിനെ കുറിച്ചുള്ള ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.